ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഈ ഒരു ക്ലാസ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിക്സ്ത് സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണേ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാമിൽ നമ്മുടെ ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള എക്സാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അത് കൂടാതെ തന്നെ എന്താണ് മോക്ക് ടെസ്റ്റും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി വരുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് അതെല്ലാം യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഭാഗത്ത് എന്താണ് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ബല സിദ്ധാന്തം, സാമൂഹിക ഉടമ്പടി ഓർ കരാർ സിദ്ധാന്തം അല്ലെങ്കിൽ സാമൂഹിക പരിണാമ സിദ്ധാന്തം, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബലസിദ്ധാന്തവും സാമൂഹിക പരിണാമ സിദ്ധാന്തവും നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി എന്താണ് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രചാരം നേടിയതും പൊതുവെ അംഗീകരിക്കപ്പെട്ടതും സാമൂഹിക പരിണാമ സിദ്ധാന്തമാണ് കേട്ടോ. ഇതനുസരിച്ച് രാഷ്ട്രം ആരുടെയും നിർമ്മിതിയല്ല, ദീർഘകാലയളവിനുള്ളിൽ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് രാഷ്ട്രം രൂപപ്പെട്ടത്. അപ്പോ രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രചാരം നേടിയതും പൊതുവെ അംഗീകരിക്കപ്പെട്ടതും സാമൂഹിക പരിണാമ സിദ്ധാന്തമാണ്. ഇതനുസരിച്ച് എന്താണ് രാഷ്ട്രം ആരുടെയും നിർമ്മിതിയല്ല, ദീർഘകാലയളവിനുള്ളിൽ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് രാഷ്ട്രം രൂപപ്പെട്ടത് എന്നാണ് സാമൂഹിക പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത് കേട്ടോ. അടുത്ത ഹെഡിങ് എന്താണ് ഗോത്ര രാഷ്ട്രത്തിൽ നിന്ന് ദേശരാഷ്ട്രത്തിലേക്ക്. ഇതാണ് ഗോത്ര രാഷ്ട്രത്തിൽ നിന്ന് ദേശരാഷ്ട്രത്തിലേക്ക് എന്നാണ് അടുത്ത ഹെഡിങ്. ആധുനിക രാഷ്ട്രങ്ങളുടെ സ്വഭാവം ആദ്യകാല രാഷ്ട്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. രാഷ്ട്രങ്ങളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ പരിശോധിക്കാം. അപ്പൊ ആധുനിക രാഷ്ട്രങ്ങളുടെ സ്വഭാവം എന്താണ് ആദ്യകാല രാഷ്ട്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ രാഷ്ട്രങ്ങളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഗോത്ര രാഷ്ട്രങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ഗോത്ര കൂട്ടായ്മകളാണ്. ഒരേ വംശത്തിലുള്ള ജനനം, ഒരേ താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം ഗോത്ര രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. അപ്പൊ എന്താണ് ഗോത്ര രാഷ്ട്രങ്ങളെ പറ്റി പറഞ്ഞത്? രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ഗോത്ര കൂട്ടായ്മകളാണ്. ഒരേ വംശത്തിലുള്ള ജനനം, ഒരേ താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം ഗോത്ര രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. ഇനി പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ എങ്ങനെയായിരുന്നു? ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരുന്നവയാണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. നദീതട സംസ്കാര കേന്ദ്രങ്ങളായ മെസൊപ്പൊട്ടേമിയ, ഈജിപ്ത്, ചൈന എന്നിവ ഉദാഹരണങ്ങളാണ്. വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായ ഇവിടങ്ങളിൽ ജനങ്ങൾ നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത്. അപ്പോ പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് നദീതട സംസ്കാര കേന്ദ്രങ്ങളായ മെസൊപ്പൊട്ടേമിയ, ഈജിപ്ത്, ചൈന എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായ ഇവിടങ്ങളിൽ ജനങ്ങൾ നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത്. ഇനി ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ എങ്ങനെയായിരുന്നു? ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നവയാണ് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ. ഏതൻസ്, സ്പാർട്ട എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ ആധുനിക നഗര രാഷ്ട്രങ്ങളോട് ഏറ്റവും സാദൃശ്യം പുലർത്തുന്നത് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ ഏതൻസും സ്പാർട്ടയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് റോമാ സാമ്രാജ്യമാണ്. റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം, നിയമം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തുന്നുണ്ടായിരുന്നു. അപ്പൊ റോമ സാമ്രാജ്യത്തിന്റെ എന്താണ് ഭരണ സംവിധാനവും അവിടുത്തെ നിയമവും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ എന്താണ് ആധുനിക രാഷ്ട്രങ്ങളോട് സാമ്യതയുള്ളവയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എന്താണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങളാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ പതനശേഷം രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. ഫ്യൂഡലിസം ആയിരുന്നു ഈ രാഷ്ട്രങ്ങളുടെ പ്രധാന സവിശേഷത. ഇവിടെ രാജാവ്, പ്രഭുക്കൾ, കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണി വിഭജിക്കപ്പെട്ടിരുന്നു. രാജാവിന് അധികാരം പരിമിതമായിരുന്നു, ഭരണാധികാരം പ്രഭുക്കൾക്കായിരുന്നു കേട്ടോ. അപ്പൊ ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ എന്താണ് റോമൻ സാമ്രാജ്യത്തിന്റെ പതനശേഷം രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. ഫ്യൂഡലിസം ആയിരുന്നു അവിടുത്തെ സവിശേഷത. ഇവിടെ എന്താണ് രാജാവ്, പ്രഭുക്കൾ, കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണി വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാജാവിന് എന്താണ് അധികാരം പരിമിതമായിരുന്നു, ഭരണ സംവിധാനം പ്രഭുക്കൾക്കായിരുന്നു കേട്ടോ.
അടുത്തത് ദേശരാഷ്ട്രങ്ങളാണ് കേട്ടോ. യൂറോപ്പിലാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത്. നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയവ സാമൂഹ്യ ഘടനയിൽ മാറ്റം വരുത്തി. വ്യവസായ വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയ ബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പൊ യൂറോപ്പിലാണ് ഇത് ആധുനിക ദേശരാഷ്ട്രങ്ങള് പിറവിയെടുത്തത്. നവോത്ഥാന കാലഘട്ടത്തിൽ എന്താണ് യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയവ സാമൂഹ്യ ഘടനകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വ്യവസായ വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയ ബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ക്രമേണ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. അപ്പൊ എന്തൊക്കെ അടിസ്ഥാനമാക്കിയാണ് ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നത്? അവിടുത്തെ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം ട്ടോ എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. എന്താണ് ഫ്യൂഡലിസം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു റോമൻ സാമ്രാജ്യത്തിന്റെ പതനശേഷം രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. ഫ്യൂഡലിസം ആയിരുന്നു അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ഫ്യൂഡലിസം എന്ന് പറഞ്ഞാല്? പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെ പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത്. അപ്പൊ പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെ പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. ഫ്യൂഡലിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് കേട്ടോ. ജർമ്മൻ പദമാണ് കേട്ടോ ഫ്യൂഡ്. ഈ ഒരു പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു തുണ്ട് ഭൂമി എന്നാണ്. അപ്പൊ മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത്. മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത്. അടുത്തത് നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് എന്താണെന്ന് നോക്കാം. 14-15 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും വൈജ്ഞാനിക രംഗങ്ങളിലുണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം. മതപരമായ ആശയങ്ങളെക്കാൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രധാന സവിശേഷത. പെട്രാർക്ക്, ദാന്തെ, ഡാവിഞ്ചി തുടങ്ങിയവർ വിവിധ മേഖലകളിൽ നവോത്ഥാനത്തെ സ്വാധീനിച്ചവരാണ്. അപ്പൊ എന്താണ് നവോത്ഥാനം എന്ന് പറഞ്ഞാല് 14-15 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും ട്ടോ. ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും വൈജ്ഞാനിക രംഗങ്ങളിലുണ്ടായ പുത്തൻ ഉണർവാണിത് നവോത്ഥാനം. ഏതൊക്കെയാണ് നൂറ്റാണ്ട്? 14-15 നൂറ്റാണ്ടുകളിലാണ് ട്ടോ. അപ്പൊ മതപരമായ ആശയങ്ങളെക്കാൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിലെ പ്രധാന സവിശേഷത എന്തായിരുന്നു പറഞ്ഞത്? മതപരമായ ആശയങ്ങളെക്കാൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു എന്നതാണ് ട്ടോ. അപ്പൊ പെട്രാക്ക്, ദാന്തെ, ഡാവിഞ്ചി തുടങ്ങിയവർ വിവിധ മേഖലകളിൽ നവോത്ഥാനത്തെ സ്വാധീനിച്ചവരാണ്. അടുത്തതാണ് രാഷ്ട്രങ്ങളുടെ ഉത്ഭവവും വളർച്ചയും സംബന്ധിച്ച വർക്ക് ഷീറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേതാണ് രാജാവ്, പ്രഭുക്കർ, കർഷകർ എന്നിങ്ങനെയുള്ള അധികാര ശ്രേണിയിൽ രാജാവിന് പരിമിതമായ അധികാരം മാത്രം എന്നുള്ളത് ഫ്യൂഡൽ രാഷ്ട്രത്തിന്റെ പ്രത്യേകത ആണ് അല്ലെ. അടുത്തത് യുക്തിചിന്ത, ശാസ്ത്രബോധം, വ്യവസായ വിപ്ലവം, ദേശീയ ബോധം എന്നിവ ഇത്തരം രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദേശരാഷ്ട്രങ്ങളുടെ പ്രത്യേകത ആണല്ലേ. യുക്തിചിന്ത, ശാസ്ത്രബോധം, വ്യവസായ വിപ്ലവം, ദേശീയ ബോധം എന്നിവ ഇത്തരം രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി. എന്ത് ദേശരാഷ്ട്രങ്ങളാണ്. അടുത്തത് വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. അടുത്തത് എന്താണ്? ഒരേ വർഗത്തിലുള്ള ജനനം, പൊതു താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ ഈ വിഭാഗം രാഷ്ട്രത്തിന്റെ പ്രത്യേകതകളാണ്. ഏതൊരു വിഭാഗം രാഷ്ട്രത്തിന്റെ പ്രത്യേകതയാണ്? ഒരേ വർഗത്തിലുള്ള ജനനം, പൊതു താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ. നമുക്കറിയാം അത് ഗോത്ര രാഷ്ട്രങ്ങളാണ്. അടുത്തത് രാഷ്ട്രവും ഗവൺമെന്റും പരസ്പര ബന്ധം. എന്താണ്? രാഷ്ട്രത്തിന്റെ ഭരണ നിർവഹണം നടത്തുന്നത് ഗവൺമെന്റ് ആണെന്ന് നാം തിരിച്ചറിഞ്ഞല്ലോ. അവയുടെ കൂടുതൽ പ്രത്യേകതകൾ പരിശോധിച്ചാലോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാഷ്ട്രത്തിന്റെ ഭരണ നിർവഹണം നടത്തുന്നത് ഗവൺമെന്റ് ആണ്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? രാഷ്ട്രവും ഗവൺമെന്റും തമ്മിലുള്ള താരതമ്യത്തിനായി കിരൺ ശേഖരിച്ച വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്ന പട്ടികയിൽ അവ ഉചിതമായി ക്രമീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പരമാധികാരമുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നവയാണ്, വിശാലമായ സങ്കല്പനമാണ്, ഒരു സുസ്ഥിര സ്ഥാപനമാണ്, രാഷ്ട്രത്തിന്റെ ഒരു ഘടകമാണ്, എല്ലാ ജനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു, ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു, പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയിലൂടെയാണ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഇത് രാഷ്ട്രം, ഗവൺമെന്റ് എന്നിവയുടെ ഏതൊക്കെ പ്രത്യേകതകളാണ് തരംതിരിച്ച് എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രാഷ്ട്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഏതൊക്കെയാണ് രാഷ്ട്രത്തിന്റെ പ്രത്യേകതകൾ? പരമാധികാരം ഉണ്ടെന്നുള്ളത് രാഷ്ട്രത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ വിശാലമായ സങ്കല്പനമാണ്. അതുപോലെ ഒരു സുസ്ഥിര സ്ഥാപനമാണ്. പിന്നെന്താണ്? എല്ലാ ജനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. അതുപോലെ പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയിലൂടെയാണ്. ഇതൊക്കെ എന്താണ്? രാഷ്ട്രത്തിന്റെ പ്രത്യേകതകളാണ് ട്ടോ. അതായത് ഗവൺമെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ പിന്നെന്താണ്? രാഷ്ട്രത്തിന്റെ ഒരു ഘടകമാണ് ഗവൺമെന്റ് ട്ടോ. അതുപോലെ പിന്നെന്താണ്? ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു. ഇതൊക്കെ ഗവൺമെന്റിന്റെ പ്രത്യേകതകളാണ്. ഇനി ഇവിടെ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തത് ഏതൊക്കെയാണ്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ആദ്യത്തേത് നിയമനിർമ്മാണ വിഭാഗം എന്താണ്? രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാന ചുമതലകൾ. രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട്. അപ്പൊ രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട് ട്ടോ. അപ്പൊ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ എന്താണ്? രാജ്യത്ത് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തുക എന്നൊക്കെ നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ചുമതലയാണ്. അതുപോലെ രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട്. അതത് കാര്യനിർവഹണ വിഭാഗമാണ് ട്ടോ. എക്സിക്യൂട്ടീവ് അതായത് നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും ഈ വിഭാഗമാണ്. ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാല് നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുന്നത് ആരാണ്? കാര്യനിർവഹണ വിഭാഗമാണ് കേട്ടോ. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനും ഈ വിഭാഗമാണ് കേട്ടോ. അടുത്തത് നീതിന്യായ വിഭാഗമാണ്. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു. ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ഓക്കെ, എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോട്ട് ചെയ്തിട്ട് പഠിക്കട്ടോ. ഗവൺമെന്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഈ 3 വിഭാഗങ്ങളും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി ഇവിടെ താഴെ തന്നിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ പരിശോധിക്കൂ. ഓരോന്നും നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിവയുടെ അധികാര പരിധിയിൽ ഏതിനാണ് ഉൾപ്പെടുത്തുന്നതെന്ന് കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തത് എന്താണ്? കോടതി നടപടിക്രമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് സുപ്രീം കോടതി. വിദ്യാഭ്യാസ അവകാശ നിയമം കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങി ഗവൺമെന്റ്. പരിസ്ഥിതി സംരക്ഷണം നിയമ ഭേദഗതി ഉടൻ. സ്കൂളുകളിൽ ഹരിതചട്ടം കർശനമാക്കി പാലിക്കണം. വിദ്യാഭ്യാസ വകുപ്പ്. ട്രാഫിക് നിയമം പരിഷ്കരിക്കണം. പുരോഗതി അറിയിക്കണമെന്ന് കോടതി. പുതിയ ഗതാഗത നിയമ പരിഷ്കരണത്തിന് അംഗീകാരം നൽകി പാർലമെന്റ്. ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. നിയമനിർമ്മാണ വിഭാഗമായിട്ടാണോ, കാര്യനിർവഹണ വിഭാഗമായിട്ടാണ്, അതുപോലെ നീതിന്യായ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒന്നാമത്തത് കോടതി നടപടിക്രമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് സുപ്രീം കോടതി. അത് നമുക്കറിയാം നീതിന്യായ വിഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങി ഗവൺമെന്റ്. ഇത് കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വിദ്യാഭ്യാസ അവകാശം നിർമ്മിച്ചതല്ല, അതെന്താണ്? നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് അല്ലെ. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് കാര്യനിർവഹണ വിഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് പരിസ്ഥിതി സംരക്ഷണം നിയമ ഭേദഗതി ഉടൻ. ഇത് എന്താണ്? നിയമനിർമ്മാണ വിഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഭേദഗതി വരുത്തല്ലേ, അതായത് നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുന്നതാണ്. അത് നിയമനിർമ്മാണ വിഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് സ്കൂളുകളിൽ ഹരിതചട്ടം കർശനമാക്കി പാലിക്കണം. വിദ്യാഭ്യാസ വകുപ്പ്. ഇത് കാര്യനിർവഹണ വിഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് ട്രാഫിക് നിയമ പരിഷ്കരണം പുരോഗതി അറിയിക്കണമെന്ന് കോടതി. അത് നീതിന്യായ വിഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് എന്താണ്? പുതിയ ഗതാഗത നിയമ പരിഷ്കാരത്തിന് അംഗീകാരം നൽകി പാർലമെന്റ്. ഇത് നിയമനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. രാഷ്ട്രസങ്കല്പനത്തിന്റെ ഉൽപ്പത്തിയും വികാസവുമാണ് നാം പരിചയപ്പെട്ടത്. പുരാതന ഗോത്ര ഭരണ സംവിധാനത്തിൽ തുടങ്ങി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ തലത്തിലേക്ക് നമ്മുടെ രാഷ്ട്രങ്ങൾ മാറിക്കഴിഞ്ഞു. സമത്വം, സ്വാതന്ത്ര്യം, പരമാധികാരം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ആധുനിക ദേശരാഷ്ട്രങ്ങൾ മനുഷ്യ പുരോഗതിയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. അപ്പോ ഇത്രയാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണിത്. നന്നായിട്ട് പഠിക്കട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.